പിന്നിട്ട 2 തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോഴുണ്ടല്ലോ പിരിമുറുക്കം കുറഞ്ഞ ഇലക്ഷൻ കാലമാണ് ഇതെന്ന് KU ജനീഷ് കുമാർ. കോന്നി മെഡിക്കൽ കോളേജിൽ PG ക്ലാസുകൾ തുടങ്ങുന്നതടക്കം നിരവധി വികസന പദ്ധതികൾ മനസ്സിലുണ്ടെന്നും LDF സ്ഥാനാർത്ഥി പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിലൂടെ കോന്നി പിടിച്ച യുവ നേതാവാണ് ജനീഷ് കുമാർ. അദ്ദേഹം വീണ്ടും ജനവിധി തേടുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എങ്ങനെയാണ്? ഇത്തവണ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അത്ര ടെൻഷനില്ല. കാരണം വലിയ നിലയിലുള്ള ഒരു പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഒരിക്കലുമില്ലാത്തൊരാവേശം നമുക്കത് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ മാത്രമല്ല ആവേശത്തിൽ, നാടൊന്നാകെ ആവേശത്തിലാണ്, പ്രവർത്തകർ, മറ്റാളുകൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും. ഈ വികസന വിഷയങ്ങളായി ഇടതുമുന്നണി അല്ലെങ്കിൽ MLA ചൂണ്ടിക്കാണിക്കുന്ന പദ്ധതികളുടെ പലതിന്റെയും തുടക്കം UDF കാലത്താണ് എന്നാണ് എതിരാളികൾ പറയുന്നത്. അല്ല, ഇപ്പൊ അതല്ല പറയുന്നുള്ളൂ, തുടക്കമെന്നല്ല പറയുന്നുള്ളൂ. മുമ്പ് അങ്ങനെയല്ല അവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് ആരോടാ പറയുന്നത്? ഇത് ആറന്മുള നിയമസഭാ മണ്ഡലത്തിലല്ല പറയുന്നത്, ഇത് കോന്നി നിയമസഭാ മണ്ഡലത്തിലാണ് പറയുന്നത്. അപ്പോൾ ഓരോ റോഡ് ആണെങ്കിലും ആശുപത്രികളാണെങ്കിലും സ്കൂളാണെങ്കിലും എല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് സമയത്ത് വന്നു, ആരാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചവർ എന്താണ് ചെയ്തത് എന്നെല്ലാം കോന്നിയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് ആ കള്ളപ്രചരണങ്ങളിലൊന്നും ഒരാശങ്കയുമില്ല. അതെല്ലാം കോന്നിയിലെ ജനങ്ങൾ തിരിച്ചറിയും. അവർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും. ഈ ശബരിമല അടക്കമുള്ളത് വലിയ തോതിൽ അനുകൂലമാകുമെന്നാണ് എതിർകക്ഷികൾ, പ്രത്യേകിച്ച് NDAയും ഒപ്പം UDFും കരുതുന്നത്. അല്ല, 2019 ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രചരണം അവർ സംഘടിപ്പിച്ചത്. അന്ന് ശബരിമല സമരസമിതിയുടെ നേതാവ് കൂടിയായിരുന്ന സുരേന്ദ്രൻ NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ആ ഘട്ടത്തിലാണ് കോന്നിയിലെ ജനങ്ങൾ ഇതിൻ്റെ എല്ലാം വസ്തുത മനസ്സിലാക്കി ഇവർ ശബരിമലയ്ക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മണ്ഡലം എന്ന നിലയിൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ വലിയ നിലയിലുള്ള ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരാശങ്കയുമില്ല. ഈ കോന്നി മെഡിക്കൽ കോളേജ് അടക്കം വികസന പാതയിലാണ്. അടുത്ത സ്റ്റെപ്പായി പൊതുജനങ്ങൾക്ക് മുൻപാകെ വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ മെഡിക്കൽ കോളേജ് PG ആരംഭിക്കണം, കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ആരംഭിക്കണം. അങ്ങനെയുള്ള ധാരാളം വികസന പദ്ധതികൾ അത് തുടങ്ങി വെച്ചിട്ട് പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ ശബരി റെയിൽ, അത് ആണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കോന്നിയുടെ ആഗ്രഹം. തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് KU ജനീഷ് കുമാർ. അതിന്റെ അടിസ്ഥാനം വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.